പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, സ്വർഗീയ നന്മകളുടെ ഫലം പുറപ്പെടുവിക്കുന്ന കർഷകരാണ്. ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ പുറപ്പെടുവിക്കുവാനായിട്ടുള്ള, ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് തരുന്നുണ്ട്. അതുപോലെ ദൈവം നമ്മളിൽ നിന്നും സമയാസമയങ്ങളിൽ ഫലങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിലും സുവിശേഷത്തിലും നമ്മൾ കാണുന്നത് വെറുപ്പിൻ്റെയും അസൂയയുടെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരെയാണ്. ജോസഫിൻ്റെ സഹോദരങ്ങൾ ജോസഫിനെ വെറുക്കുകയും അസൂയ നിമിത്തം അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിവിടുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അവർ പുറപ്പെടുവിച്ച ഫലം അസൂയയുടെയും വെറുപ്പിൻ്റെയും ഫലങ്ങളായിരുന്നു. സുവിശേഷത്തിൽ ആ യജമാനൻ തൻ്റെ കർഷകരിൽ നിന്നും നല്ല ഫലങ്ങൾ ആഗ്രഹിച്ചു വരുമ്പോൾ ആ യജമാനൻ്റെ പുത്രനെയും അതുപോലെ യജമാൻ അയച്ച സേവകരെയുമൊക്കെ മർദ്ദിക്കുന്ന, കൊല്ലുന്ന അസൂയയുടെയും വെറുപ്പിൻ്റെയുമൊക്കെ ആ കർഷകരെയുമാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ഫലമാണ് പുറപ്പെടുവിക്കുന്നത്? ദൈവം നമ്മളെ മറ്റു വ്യക്തികളിലൂടെ സമീപിക്കുന്നുണ്ട്. നമ്മളൊരാളെ സ്നേഹിക്കാതെ നമ്മൾ മുഖം തിരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്നേഹത്തിൻ്റെ ഫലം കുറഞ്ഞു പോകുകയാണ്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഫലമാണ് അവിടെ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളിലൂടെയും ദൈവം ഫലം ആഗ്രഹിച്ച് നമ്മളെ സമീപിക്കുന്നുണ്ട്. ഈ നോമ്പുകാലത്ത് നമുക്ക് വീണ്ടും വിചാരമുള്ളവരാകാം. സ്വർഗത്തിലേക്ക് നമുക്ക് നോക്കാം, നമ്മുടെ സഹോദരങ്ങളിലേക്ക് നോക്കാം, കണ്ണുകുളിയർത്ത് നമ്മളിലേക്ക് തന്നെ നോക്കാം. ഞാൻ എന്ത് ഫലമാണ് പുറപ്പെടുവിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന ഫലമാണോ നമ്മൾ പുറപ്പെടുവിക്കുന്നത്? അല്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ വെട്ടിത്തീയിൽ എറിയുകയും നമ്മൾക്ക് നൽകുന്ന ആ കൃപയും നമുക്ക് നൽകുന്ന എല്ലാ സൗകര്യങ്ങളും, അനുഗ്രഹങ്ങളും ദാനങ്ങളും ദൈവം ഫലം പുറപ്പെടുവിക്കുന്ന മറ്റ് വിജാതിയർക്ക് നൽകുകയും ചെയ്യും. അതിനാൽ ഈ നോമ്പുകാലം വീണ്ടും വിചാരത്തോടെ നല്ല ഫലങ്ങൾ, സ്വർഗീയ ഫലങ്ങൾ, നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ 12 ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഫലം പുറപ്പെടുവിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് മനസ്സ് തുറന്ന് പശ്ചാത്തപിക്കുകയും ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യാം.